ഞങ്ങളിത് ഗണേഷ് കുമാർ സാറിനെ കാണിച്ചിരുന്നു, മന്ത്രി ഗണേഷ് കുമാർ സാറിന് ഒരു സ്കൂളുണ്ട്, അറിയാം എന്ന് വിചാരിക്കും. ഈ ആശയം സാറിൻ്റെ സ്കൂളിൽ നടപ്പാക്കി. ഇതുവരെ ചെയ്യാത്ത, ഇതുവരെ കാണാത്ത ഒരു അജു വർഗീസിനെ ഉറപ്പായിട്ട് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഈ പറയും പോലെ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, മുറയുടെ കുടുംബത്തിലേക്ക് ഞാൻ ചെന്ന് പെട്ടതാണെങ്കിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എൻ്റെ കുടുംബത്തിലെ സിനിമയാണ്. നമ്മൾ എത്ര മലമറിച്ചിട്ടും കാര്യമില്ല, പൊതുജനം ശ്രദ്ധിക്കുന്ന സിനിമയിൽ വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ സ്ഥിരം സിനിമകളിൽ കാണുന്ന പോലെ യെസ് ബോസ് പരിപാടി അല്ലാതെ, അല്ലെങ്കിൽ ഡ്രൈവർ ജോലി അല്ലാതെ ഒരേപോലെ നിൽക്കുന്നവരായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ലുക്ക് പോലും. ഞാൻ ആ സമയത്ത് ഒരു 7-8 കിലോ ഞാൻ കൂട്ടിയിരുന്നു. മേ ബി ഇതിനു മുമ്പ് ഒരു ഇൻസിഡന്റിൽ അനിയണ്ണന്റെ കൊലക്കേസിന് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി വെച്ചിരുന്നു. മുറ തിയേറ്ററിൽ കണ്ടപ്പോൾ മുറയിലെ ഓരോ വന്നു പോകുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അനിയണ്ണൻ്റെ, സുരാജേട്ടൻ അവതരിപ്പിച്ച അനിയണ്ണൻ്റെ വലം കൈയായിട്ട് സുനിയണ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ സുനിയണ്ണൻ്റെ വേഷം മികച്ചതാക്കിയ കണ്ണൻ നായരാണ് ഇന്ന് ഞാനൊക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുറ കണ്ടപ്പോൾ ചേട്ടൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ മെസ്സേജ് അയക്കാതിരിക്കാൻ പറ്റില്ല. അതാ ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ വേണമെന്ന രീതിയിൽ തന്നെ സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് വർഷമായി. അപ്പോൾ ചേട്ടനെ പോലുള്ള അത്ര പദം വന്നിട്ടുള്ള ഒരു ആക്ടർ ഇങ്ങനൊരു വേഷം ഇത്ര മികച്ചതാക്കിയതിന് നമുക്ക് വലിയ അത്ഭുതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ സുനിയണ്ണനെ കുറിച്ചിട്ട് പറയൂ. സുനിയണ്ണൻ തരുന്ന ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ട് ഇപ്പോൾ? ഉറപ്പായിട്ടും ഇപ്പം ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സുനിയണ്ണൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. കുറേ സിനിമകൾ, ചെറിയ ചെറിയ പരിപാടികൾ ചെയ്തു. അത്യാവശ്യം വലിയ പരിപാടി, ഇപ്പോൾ സെക്സി ദുർഗ പോലുള്ള സിനിമയിൽ നായകനായിട്ടൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടും നമ്മുടെ ലൈഫിനൊരു ഒരു ചേഞ്ച്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഒന്നും ഉണ്ടാവാതെ ഇങ്ങനെ നമ്മൾ സ്ഥിരമായ നാടകങ്ങൾ, ഞാനൊരു നാടക പ്രവർത്തകനാണ്, അപ്പം എൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട് ബിന്ദു. അപ്പോൾ നാടകം കളിച്ച് മുമ്പോട്ട് പോകുന്നു. നമ്മളെ തന്നെ സ്വയം നവീകരിച്ച് പുതുക്കി പോകണം. നമ്മളിത് പഠിക്കേണ്ടതാണ്, ഇത് പഠിച്ച് മുന്നോട്ട് പോകണം, എന്തെങ്കിലും ഒരു ദിവസം ഇത് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു നാടകം കാണാൻ വന്നിട്ടാണ് മുസ്തഫ, എൻ്റെ ഡയറക്ടർ, എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതിൽ അഭിനയിച്ച മെയിൻ പയ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള വിഗ്രസായിട്ടുള്ള ഒരു അന്വേഷണം ഇങ്ങനെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു സമയമാണ്. ഒരു എല്ലായിടത്തും പോകുന്നുണ്ടായിരുന്നു, തട്ടുകടകളിൽ ഉൾപ്പെടെ, ചായക്കടകളിൽ, കോളേജുകളിൽ, എല്ലായിടത്തും അവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നാടകം കാണാൻ വരുന്നത്. ഭഗവാന്റെ മരണം എന്ന് പറയുന്ന നാടകം അവർ കാണാൻ വരുന്നു. പക്ഷേ കാണാൻ വന്ന് 2-ാം ദിവസം കോൾ വന്നത് എനിക്കാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, സുനി എന്ന് പറയുന്ന ക്യാരക്ടറിൽ സുനിയെ അവതരിപ്പിക്കണം. അപ്പോൾ ഞാൻ പോയി കണ്ട് എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഡൗട്ടായിരുന്നു, ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണോ, ഇത് ഇത്രയും ഒരു വലിയ ക്യാരക്ടറൊക്കെ വെച്ച് നീട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പം എൻ്റെ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ അവരെന്നെ തന്നെ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചാണോ വിളിച്ചതെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. മുസ്തഫയും അതിൻ്റെ റൈറ്റർ ഉണ്ട്, സുരേഷ് ബാബു, കണ്ണൻ ചേട്ടൻ. അവർക്കൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്. അതെ അതെ, മുസ്തഫയ്ക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അതിൻ്റെ ഗുണം ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് കാണാനും ഉണ്ട്, ആക്ടേഴ്സിനെ വർക്ക് ചെയ്തിരിക്കുന്നതിൽ. അപ്പോൾ എന്നോട് പറയുന്നില്ല, നീ തന്നെയാണ്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവർ സുരാജേട്ടനൊപ്പം, സുരാജേട്ടൻ്റെ ഒരു ഇരട്ട സഹോദരനെ പോലെ തോന്നിക്കുന്ന രീതിയിൽ ലുക്ക്, അറ്റയറൊക്കെ അങ്ങനെ തന്നെ വേണം. കാരണം തിരുവനന്തപുരത്ത് ഇവർ കണ്ടിട്ടുള്ള, പരിചയിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നും കടമെടുത്ത കുറേ മാനറിസങ്ങളുണ്ട് ഈ ക്യാരക്ടേഴ്സിന്. അപ്പോൾ അത്തരത്തിലാണ് എന്നെ മോൾഡ് ചെയ്തത്. അപ്പോൾ എന്നോട് ഇതിനൊരു ബാക്ക് സ്റ്റോറി, കാര്യങ്ങൾ, ഇവരെ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ബോണ്ടിങ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരികയും, നേരത്തെ പറഞ്ഞ പോലെ മുസ്തഫ ഒരു നാടകക്കാരനായതുകൊണ്ട് തന്നെ ഒരു ആക്ടറിൽ നിന്ന് എന്താണ് മാക്സിമം എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയ്ക്ക് ആവശ്യം എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതാണ് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഇൻഡെപ്ത് സാധനം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ക്യാരക്ടറുണ്ട്. ഒരു സീനിൽ വന്നിട്ടുള്ളവർക്ക് പോലും ആ സിനിമയ്ക്കകത്ത് ക്യാരക്ടറുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ എനിക്കൊരു ത്രൂ ഔട്ട് പരിപാടിയിൽ ആ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാനും അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ക്ലോഷർ ഉണ്ട്, ഒരു വളർച്ചയുണ്ട്, ഗ്രാഫുണ്ട്. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ നമുക്ക് വല്ലപ്പോഴും മീൻസ് അങ്ങനെ കിട്ടുള്ളൂ. അത് മോശമാക്കിയില്ല എന്നറിയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. സിനിമ ഹിറ്റായി ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ എത്ര മലമറിച്ചിട്ടും കാര്യമില്ല, ആൾക്കാർ കാണുന്ന, സിനിമാക്കാർ കാണുന്ന, പൊതുജനം ശ്രദ്ധിക്കുന്ന സിനിമയിൽ വന്നിട്ടേ കാര്യമുള്ളൂ. അത്തരത്തിലൊരു സിനിമ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. മുറയിലൂടെ ഭയങ്കര കാണുന്നവരെല്ലാം യുനാനിമസ് ആയിട്ട് പോസിറ്റീവ് റെസ്പോൺസ് വരുന്നു. റിവ്യൂവേഴ്സൊക്കെ ഭയങ്കര
പോസിറ്റീവ് അഭിപ്രായം പറയുന്നു. ഇതുപോലെ പുതിയ ആൾക്കാരെ ഇങ്ങനെയും സ്വീകരിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ തയ്യാറാവുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ. ഇപ്പോൾ നമ്മൾ സുനീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ സുനി എന്നുള്ളൊരു ക്യാരക്ടർ നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഗാങ്സ്റ്റർ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പുറത്തുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഗാങ്സ്റ്റർ മൂവീസ്. പക്ഷേ സുനിയുടെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അനിയണ്ണൻ മെയിൻ ഗുണ്ടയുടെ കൂടെ നിൽക്കുന്ന ഒരാളെപ്പോഴും അയാളിൽ ഒരു എന്താ പറയുക വിധേയത്വം ഉള്ളൊരു മനുഷ്യനായിരിക്കും എപ്പോഴും. പക്ഷേ ഇയാൾക്കാണെങ്കിൽ സുനിക്കാണെങ്കിൽ വ്യക്തമായ സ്റ്റാൻഡ് ഉണ്ട് എല്ലായിടത്തും. കാരണം അനിയണ്ണൻ കാമാവുന്ന സ്ഥലത്ത് പോലും ഇയാളുടെ ഒരു ക്യാരക്ടർ പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ് അതൊക്കെ പണ്ടേ ഒരു സാധനം. അതെ, അപ്പൊ ആ ഒരു ക്യാരക്ടർ പിടുത്തം എങ്ങനെയായിരുന്നു ശരിക്കും? ഞാൻ പറഞ്ഞ പോലെ മുസ്തഫ എന്നോട് ആദ്യമേ പറഞ്ഞത് ഇതുപോലെയാണ്, ഒരു ദ്വന്ദ്വം എന്നുള്ളൊരു ഇമ്പാക്റ്റിലാണ് വരുന്നത്. പക്ഷേ അപ്പോഴും ഇപ്പോൾ സുരാജേട്ടനെ പോലെ ഒരു ആക്ടർ അവിടെ നിൽക്കുമ്പോൾ സുരാജേട്ടൻ്റെ ക്യാരക്ടറിന് അവിടെ ഉറപ്പായിട്ടും ഒരു വെയിറ്റേജ് കൂടും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ക്യാരക്ടറിന് വേറൊരു രീതിയിലേക്ക് നമ്മൾ ആലോചിച്ചപ്പോൾ സുരാജേട്ടനും ഞാനും മാത്രമുള്ള സീൻസിൽ ഞങ്ങൾ തുല്യരാണ്, അളിയാ മച്ചമ്പി ബന്ധമാണ്. പക്ഷേ മറ്റൊരാളുള്ള സമയത്ത് ഞാൻ കുറച്ച് വിധേയപ്പെട്ട് നിൽക്കുന്ന, എന്നാൽ കുറച്ച് എന്താ പറയുക എടുത്തു ചാടി സംസാരിക്കുന്ന, ഞാൻ കുറച്ച് ബാക്കിലായിരിക്കും, പക്ഷെ എന്നാലും ഈ ഷൗട്ടിങ് ഒക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അത് അങ്ങനത്തെ ഒരു ലൈനിൽ പിടിക്കാം എന്നുള്ളത് പുസ്തകമായിട്ട് സംസാരിച്ചു. പിന്നെ എനിക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി, എനിക്കൊരു ഫാമിലി ഉള്ളതായിട്ടും എനിക്ക് 2 പെൺമക്കളാണെന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ ഒരു സീൻ ഉണ്ടായിരുന്നു, ഭാര്യയെ വിളിച്ച് സംസാരിക്കുന്നതായിട്ടൊക്കെ ഒരു സീൻ ഉണ്ടായിരുന്നു, അത് എഡിറ്റിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി മുസ്തഫയും കണ്ണഞ്ചേട്ടനും കൂടെ ചേർന്ന് ഉണ്ടാക്കി ആണ് എനിക്ക് തന്നത്. അപ്പം സ്ഥിരം സിനിമകളിൽ കാണുന്ന പോലെ യെസ് ബോസ് പരിപാടി അല്ലാതെ, അല്ലെങ്കിൽ ഡ്രൈവർ ജോലി അല്ലാതെ ഒരേപോലെ നിൽക്കുന്നവരായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ലുക്ക് പോലും. ഞാൻ ആ സമയത്ത് ഒരു 7-8 കിലോ ഞാൻ കൂട്ടിയിരുന്നു. കാരണം ഞാൻ എത്രയും ലീൻ അല്ല ആ സമയത്ത്. ഇപ്പൊ സുരാജേട്ടനെ പോലെ ഒരാളെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നു, സ്ക്രീനിൽ അങ്ങനെ കാണണം എന്നുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പണിയും എടുത്തു. അപ്പം ശരീരം മാറ്റുന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ ക്യാരക്ടർ ആവുക എന്നുള്ളതാണ്, ഇന്റർനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത്തരത്തിൽ ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഓരോ സീനിലും എൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഈ സീനിൽ ഞാൻ എത്ര വരെ ഉയരാം, എത്ര വരെ താഴാം എന്നുള്ളതുണ്ടായിരുന്നു. ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ പലരും പറഞ്ഞു ആ ഒരു റെസിസ്റ്റൻസ് പോലും ഇല്ലാതെ അത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ ബേസിക് ക്യാരക്ടർ അതാണ്. കാശിനോടൊക്കെ ആർത്തിയുള്ള, കുടുംബം നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അനിയണ്ണനെ വിട്ടു പോകുന്നില്ല. കാരണം അനിയണ്ണനുമായിട്ട് എന്തോ ഒരു ബോണ്ടുണ്ട്. അത് എനിക്കുള്ള ബോണ്ട് ഓക്കെ ഓഫ് കോഴ്സ് അവിടെയുണ്ട്. പക്ഷെ അനിയണ്ണൻ എന്നെ പോലെ ഒരാളെ കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതിന് ഞങ്ങൾക്കൊരു വ്യക്തമായ കാരണം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. മേ ബി ഇതിനു മുമ്പൊരു ഇൻസിഡന്റിൽ അനിയണ്ണന്റെ കൊലക്കേസിന് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ ആ ഒരു ഇമോഷണൽ ബോണ്ട് അവിടെ കൃത്യമായിട്ട് വർക്കായി. അതുകൊണ്ടാണ് ഇപ്പൊ കാണുന്ന പോലെ സ്ക്രീനിൽ അതങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം സ്ലാങ്ങും കൂടെ ആകുമ്പോൾ സാധാരണ മലയാള സിനിമയിൽ ഓരോ ബെൽറ്റ് പറഞ്ഞ പോലെ തിരുവനന്തപുരം ബെൽറ്റിലുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയല്ല, തിരുവനന്തപുരത്ത് ഒരു കൂട്ടം ഇപ്പൊ തിയേറ്റർ ആണെങ്കിൽ അല്ലാണ്ട് കുറെ കലാകാരന്മാരുടെ എടുത്തു നോക്കുമ്പോൾ നമ്മളുടെ കണ്ണൻ നായർ എന്നുള്ള ഒരു പേര് എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ അവർ തിരുവനന്തപുരം ഭാഷയും കൂടെ ആയതിന്റെ, സ്ലാങ്ങും കൂടെ ആയതിന് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഭാഷ, ഡയലക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏത് ഭാഷയും സംസാരിക്കാൻ ഒരു ആക്ടർ തയ്യാറാവണം എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. നമുക്കൊരു ബാരിയർ ഒന്നും ആവരുത്. പക്ഷേ തിരുവനന്തപുരം ആയത് എനിക്ക് ആ ഭാഗത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്വാഭാവികമായി നൈസർഗികമായി വരുന്ന ഡയലക്റ്റിൽ തന്നെ സംസാരിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇതിൻ്റെ റൈറ്റർ കണ്ണൻ ചേട്ടൻ സുരേഷ് ബാബു, പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് ഇടപ്പഴിഞ്ഞുള്ളതാണ്. അപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ ന്യൂആൻസിന് സകലതും അറിയാം, അവിടുത്തെ ഒരു ഫ്ലേവർ എന്താണെന്നറിയാം. നമ്മൾ ഈ തിരുവനന്തപുരം ഭാഷയെ മിമിക്രിക്കാർ പറഞ്ഞ് വികലമാക്കിയതല്ലാതെ വളരെ പ്രോപ്പർ ജെനുവിൻ ആയിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ഫ്ലേവർ എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല, നമ്മൾ തിരുവനന്തപുരംകാരനായതുകൊണ്ട്. പക്ഷേ ഇനി എങ്ങാനും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും മറ്റ് ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഈ ടീം മൊത്തത്തിൽ മുസ്തഫ ഒഴിച്ച് ബാക്കി എല്ലാവരും തിരുവനന്തപുരംകാരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഗുണം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ഇപ്പോൾ നമുക്കിപ്പോൾ ക്യാരക്ടറേയും ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് തിയേറ്ററിൻ്റെ കൂടെ ആണെങ്കിലും ഉണ്ട്, പിന്നെ ഇത്രയും നമ്മളെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ നമ്മളുള്ളൊരു ആക്ടറെ കറക്റ്റായിട്ട് പിക്ക് ചെയ്തെടുക്കുന്ന ഒരു ഡയറക്ടറും കൂടെയാണ്. അപ്പോൾ സുനിയെ അവതരിപ്പിക്കുമ്പോഴേ എന്താണ് ശരിക്കും എന്താണ് ഇംപ്രവൈസേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ, അതോ മുസ്തഫയ്ക്ക് എന്താണോ പറയുന്നത് അതാണോ നമ്മൾ കൊടുത്തിട്ട്? അല്ല, ഇംപ്രവൈസേഷൻസ് ഉറപ്പായിട്ടും ഇംപ്രവൈസേഷന് സാധ്യത തരുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് മുസ്തഫ. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, ഇന്നതാണ് വേണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലൊരു സാധനം ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചില സീൻസിൽ അത്
സ്പോയിലർ ആവുന്നത് കൊണ്ട് പറയുന്നില്ല. ചില സീൻസിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കൈ നിട്ടപ്പോൾ അത് സൂപ്പറാണ്, അത് അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ തന്നെ പോയിരുന്നു. പക്ഷെ നമ്മൾ അതിനു മുമ്പേ തന്നെ ഇപ്പം ഇത് എന്നെ ഒരു നവംബർ മാസത്തിലൊക്കെയാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. ജനുവരിയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ ആ ഒരു മാസത്തെ സമയം, ഡിസംബർ മാസത്തെ സമയം നമ്മൾ നിരന്തരം സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് ചർച്ചകൾ നടത്തുകയും ഈ സീനിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അത് പ്രത്യേകിച്ചും സുരാജേട്ടനെ പോലെ ഒരാൾ വരുമ്പോൾ നമുക്ക് ഈ സീന് എങ്ങനെയൊക്കെ മാറാം എന്നൊരു മുൻധാരണയും നമുക്കുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ വലുതാവുമല്ലോ. അപ്പോൾ അതും കൂടി മനസ്സിലിട്ടുകൊണ്ടുള്ള ഇൻപുട്സ് മുസ്തുക്ക തന്നിരുന്നു നേരത്തെ തന്നെ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പെരുമാറാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞാൽ കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് സുനി എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രമല്ല, അത് ഈ കുട്ടികളുടെ കാര്യത്തിലായാലും കുട്ടികളുടെ ഇമോഷൻ സീൻസ് ഉണ്ട് അതിനകത്ത്. ശരിക്കും ഡയറക്ടർ ഇമോഷനായി ഒരു സീൻ, ഒരു മോർച്ചറിയുടെ പുറത്തൊരു സീൻ ഉണ്ടല്ലോ. ഈ സീനിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഇതായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ജോബി ഉണ്ട്, ചെങ്കൽച്ചുളയിൽ നിന്ന് വരുന്ന ജോബി ഉണ്ട്, സജിയായിട്ട് അഭിനയിക്കും. ഈ സജിക്കൊരു ഭയങ്കര ഒരു മോശം ഒരു പാസ്റ്റ്, ഭയങ്കര എന്താ പറയുക, ട്രോമ പോലെ ഒരു പാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവന് കരയാൻ അറിയില്ല, കരയില്ല. അന്ന് രാവിലെ നമ്മൾ ഷൂട്ട് വെച്ചിട്ട് ഈ സജിയെയും അനന്തുവിനെയും കൊണ്ട് മുസ്തുക്ക രാവിലെ ഒരു 8 മണി മുതൽ 12 മണി വരെ ഇവർ 3 പേരും നിന്ന് കരയായിരുന്നു. മീൻസ് അങ്ങനെ ഒരു മൊമെന്റിലേക്ക് എത്തി മുസ്തുക്ക ആക്ടറും കൂടെ ആയതുകൊണ്ട് അതിലേക്ക് ഇവർ 2 പേരെയും കൊണ്ടുവന്നിട്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത്രത്തോളം ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആവുന്ന, ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ആക്ടറാണ് നാളെ സിനിമ കാണുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ നടന്ന ഒന്നും ഓഡിയൻസിന് അറിയേണ്ട കാര്യമില്ല. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന ആക്ടേഴ്സിനെയാണ് കാണേണ്ടത്, അവരുടെ പെർഫോമൻസിനെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അത് കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആക്ടേഴ്സിന് വേണ്ടി ഏതറ്റം വരെയും ഏത് എക്സ്ട്രീം വരെയും പോകാൻ ഡയറക്ടർ തയ്യാറായിരുന്നു. ഇപ്പോൾ ഈ മനുഷ്യന്മാർ തമ്മിലുള്ള ഈ ബോണ്ടിൻ്റെ ഒരു സാധനം, അപ്പം നമ്മൾ എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സൗഹൃദമൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ പോലും മുറ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ഇമോഷണൽ ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ പല ഭാഗങ്ങളിലും എനിക്ക് അങ്ങനെ ഭയങ്കര നമ്മൾ ലോക്കലായിട്ടുള്ള കുറേ ബന്ധങ്ങൾ, സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള കുറേ ബോണ്ടുകൾ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, എന്തൊക്കെ ഒരു വിങ്ങലൊക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ അല്ല, ഈ സിനിമ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം, ഇതിൽ ഫൈറ്റ് ഉണ്ട്, പിന്നെ പാട്ടുണ്ട്, പരിപാടി എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ ഇമോഷണൽ ലോക്ക് ഓഡിയൻസിന് കിട്ടിയാൽ മാത്രമേ ഈ പടം വർക്കാവൂ. ആ ഇമോഷണൽ ലോക്ക് കിട്ടിയില്ലെങ്കിൽ പടം വെറും ഫൈറ്റ് പടം, ഡെഡാണ് പടം. ഇമോഷണൽ ലോക്ക് കിട്ടുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ടെൻഷൻ. പക്ഷെ ഫസ്റ്റ് ഡേ ഈ സിനിമ കണ്ട് നമ്മൾ ഡബ്ബിങ് സമയത്ത് നമ്മുടെ സീൻസൊക്കെ അല്ലേ കാണുന്നുള്ളൂ. ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് പരിപാടി നമ്മൾ പ്രിവ്യൂവിനാണ് കാണുന്നത്. പ്രിവ്യൂവിന് കണ്ടു കഴിഞ്ഞ് ഈ ഇവരുടെ ഈ ഒരു ക്ലൈമാക്സിനൊക്കെ കുറച്ച് മുമ്പുള്ള ഒരു പോർഷനിലേക്കൊക്കെ വരുന്ന സമയത്ത്, അതിനു മുമ്പ് ഈ ഒരു അഡ്രിനാലിൻ റഷ് സീൻ ഉണ്ടല്ലോ, ആ സീനിലേക്ക് ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് എനിക്ക് മനസ്സിലായി ഈ പരിപാടി വർക്കാണ്. കാരണം അപ്പം നമുക്ക് ഗൂസ് ബംസ് അടിച്ചു, പോയി അടിക്കടാന്ന് നമുക്ക് തോന്നി, അത്രേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആണ് എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അത് കിട്ടിയപ്പോൾ സമാധാനമായി എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഡയറക്ടറിൻ്റെയും ഈ പറയുന്ന എഴുത്തുകാരൻ്റെയും എഡിറ്ററിൻ്റെയും ചമൻ്റെ എഡിറ്റിങ്, നമ്മുടെ ക്രിസ്റ്റിയുടെ മ്യൂസിക്, ഒരുപാട് തന്നെ നമ്മളെ പടത്തിൽ നമ്മൾ ഇന്നാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സാധനം വന്നപ്പോൾ ഫ്രണ്ടിനോട് പറഞ്ഞ് ഇന്നാക്കി. അതെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങനെ ഇതെല്ലാത്തിനും കൂടെ ഒരു കളക്റ്റീവ് എഫർട്ട്, പാച്ചിക്കയുടെ ക്യാമറ, ഇതെല്ലാം കൂടെ ചേർന്നൊരു കളക്റ്റീവ് എഫർട്ടിൽ പരിപാടി സെറ്റായി. ഇനി സ്ഥാനാർത്ഥി ശ്രീകുട്ടിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാനുണ്ട്. പക്ഷെ മുറ കണ്ടിട്ടുള്ള എൻ്റെ ഒരു 3 സുഹൃത്ത് ചേട്ടനെയാണ്, സുനിച്ചേട്ടനെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോൾ എന്നോട് 3 ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. 3 പേരും സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്ന ആൾക്കാരാണ്. അതെ, കാണുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം എൻ്റെ ക്യാരക്ടർ ആയാലും ഇപ്പം ബാക്കി ഇപ്പോൾ ചിലപ്പോൾ ഒരു കോമൺ ഓഡിയൻസ് ഓഫ് കോഴ്സ് പടം കഴിയുമ്പോൾ നായകൻ്റെ കൂടെ അല്ലെങ്കിൽ നായകന്മാരുടെ കൂടെ പോകാനായിരിക്കും. പക്ഷേ സിനിമ കൃത്യമായി കാണുന്ന ഇതിൻ്റെ ഒരു ലാംഗ്വേജ് വാച്ച് ചെയ്യുന്നവർക്ക് നമ്മുടെ ക്യാരക്ടർ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എബ്രിഷൈൻ സാറൊക്കെ വിളിച്ചിട്ട് എൻ്റെ ക്യാരക്ടറെ കുറിച്ചും സംസാരിച്ച് ഞാൻ ഫോണിൽ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അത് പണി അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അത് കിട്ടും. സന്തോഷം. ഹായ്, നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസമാണ് മുറ സിനിമ കണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അതിനകത്ത് ഈവൻ ഒരു സീനിൽ പോലും വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് വളരെ കൃത്യമായിരുന്നു. ആരും കൂടിയുമില്ല കുറഞ്ഞുമില്ല, വളരെ മീറ്റർ ഭയങ്കര കറക്റ്റായിരുന്നു. അതപ്പോൾ ഒരു ഡയറക്ടറുടെ കൺവിഷൻ ആയിരുന്നു എന്നുള്ളതാണ്.
ഇതിനുള്ള ആൻസർ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും ഈ ക്യാരക്ടേഴ്സിനെ കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ഇപ്പൊ ചൊക്ലി ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. ചൊക്ലി എന്ന് പറയുന്നത് സിബി എന്ന് പറയുന്ന ആക്ടർ ചെയ്തതാണ്. അപ്പം സിബി ഒക്കെ അവിടെ കുറച്ച് തിയേറ്ററൊക്കെ ചെയ്യുന്ന വളരെ സാധാരണക്കാരാണ്. ഇതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ പെറ്റ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ. പക്ഷെ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പരിപാടിയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഭയങ്കര ഡെപ്ത് ഉള്ള വളരെ ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോ അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി സിബിയെ ചൂസ് ചെയ്യാൻ കാണിച്ചൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഓക്കെ, ഇവനിലൊരു നടനുണ്ട്, ഇവനിൽ നിന്നും എനിക്ക് വേണ്ടത് കിട്ടും എന്നൊരു ഡയറക്ടറിന്റെ വിഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ചൊക്ലി ഗ്യാങ്ങിലുള്ള ഓരോരുത്തരും, ഇപ്പം കുറെ പേരുകളുണ്ട്, പേപ്പട്ടി ഷാജി എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുണ്ട്, രവിശങ്കറാണ് അത് ചെയ്തത്, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഒരു പോലീസുകാരൻ വരുന്ന പോസ്റ്ററിലും കൂടി നടന്നു പോകുന്ന സീൻ, സി ഐ ഉണ്ട്, ഇവരുടെ അമ്മമാരുടെ ഇവരൊക്കെ ഹാൻഡ് പിക്ഡ്, ജോബിയുടെ അമ്മ, അനന്തുവിന്റെ അമ്മ, ഇവർക്ക് എല്ലാവർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ അനന്തുവിന്റെ അമ്മ എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഒരു ഗെത്തുള്ള ഒരു സ്ത്രീ അവിടെ, മലക്കറി കച്ചവടക്കാരിയുണ്ട്. പല തരത്തിലുള്ള പല തുറയിലുള്ള ആൾക്കാരെ പോയി ഹാൻഡ് പിക്ക് ചെയ്തെടുത്തോണ്ട് ഇവരിൽ ഈ സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഡയറക്ടറിന്റെ വിഷൻ തന്നെയാണ്. അതിന് യാതൊരു അപ്പീലും ഇല്ല. ഡയറക്ഷൻ ടീം മൊത്തത്തിൽ കേട്ടോ, ഡയറക്ഷൻ ടീം മൊത്തത്തിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും കൂടെ, ഇപ്പം പടം റിലീസായി 2 ആഴ്ച കഴിഞ്ഞിട്ട് പോലും ഡയറക്ഷൻ ടീം മൊത്തത്തിൽ ഒരുമിച്ചുണ്ട്. സാധാരണ ഒരു പടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ഒക്കെ ഉണ്ട്, അസോസിയേറ്റ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതിൽ കവിഞ്ഞ് ഇത്രയും സമയമൊന്നും ഒരു ടീമും ഉണ്ടാവില്ല. ഇവരിപ്പോഴും ഒരു കുടുംബം പോലെ ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരു ടീം തന്നെയാണല്ലോ ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ. അടുത്ത ആൾ ചോദിച്ചത്, ഹായ് കണ്ണൻ ചേട്ടാ, എൻ്റെ പേര് അനുചന്ദ്ര. സിനിമ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ചേട്ടൻ്റെ പെർഫോമൻസും കൊള്ളാം. സോ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് യുവാക്കളുടെ സിനിമയാണ്, എന്നാൽ അതേസമയം അപ്പുറത്ത് സുരാജ് വെഞ്ഞാറമൂടിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ഉണ്ട്. അപ്പൊ ഇവർക്കിടയിൽ നിൽക്കുന്ന ഒരു നടൻ എന്ന നിലയ്ക്ക് ചേട്ടൻ ആരുടെ കൂടെ അഭിനയിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി? ഗ്രാഫ് അതെ, ഈ രണ്ട് തരത്തിലാണ്. സുരാജ് ഏട്ടൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇമ്മൻസ് ആണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പല റേഞ്ച് ക്യാരക്ടേഴ്സ്, അപ്പം നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിനൊപ്പം ഒരു സീനിൽ നമ്മൾ കാരണം മോശമാവരുത് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ കാരണം ഒരു റീടേക്ക് പോകരുത് എന്നുള്ള ചിന്ത ഒരു സൈഡ് ഒരു സുരാജ് ഏട്ടനോടൊപ്പം അഭിനയിക്കും, അല്ലെങ്കിൽ പാർവതി ചേച്ചിക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഉണ്ടാവും. പാർവതി ചേച്ചി പഴയ നാടകകാലത്ത് തന്നെ നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ വാച്ച് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പുറത്ത് പിള്ളേരാകുമ്പോൾ ഇവരുടെ എനർജിയാണ് ഹൈ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ സിനിമയിൽ കണ്ട എനർജിയുടെ ത്രിബിളോ അതിൻ്റെ 5 മടങ്ങോ ആണ് ഇവർ ഓരോ സീനിലും ഓരോ ദിവസവും തരുന്നത്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫൈറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഒരു സീൻ എടുക്കാനുണ്ടെങ്കിലും ഇവന്മാരിങ്ങനെ ചാടി നിൽക്കുകയാണ്. അപ്പൊ ആ എനർജി, അതെ പിള്ളേരല്ലടാ ചാടി എന്ന് പറയുന്നത് ലിറ്ററലി അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരിടത്ത് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരിടത്ത് എക്സ്പീരിയൻസിന്റെ കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും ഈ എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ നാടകത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് 2 മണിക്കൂർ വേണ്ടി നമ്മൾ എനർജി ഇങ്ങനെ സംഭരിച്ച് നിന്നാണ് നമ്മൾ നാടകം ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള എനർജി മതിയെങ്കിലും ഒരു ഫുൾ ഡേ ഒരു 20 hours ഒക്കെ ഇവരുടെ എനർജി, ഇത് എങ്ങനെയാണ് ഇവർ സസ്റ്റെയിൻ ചെയ്യുന്നത്, ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ പറ്റൂ എന്നുള്ളൊരു അങ്ങനെ ഒരു അഡ്മറേഷൻ. അപ്പോൾ ഒരിടത്തുള്ള എക്സ്പീരിയൻസ് വരുന്ന എനർജി, ഇത് രണ്ടുമാണ് എപ്പോഴും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിന്റെ നടുവില് ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ക്യാരക്ടറിന് നമുക്കൊരു ബേസ് അവിടെ സംവിധായകൻ തന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനൊരു അങ്ങനെയല്ല വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നില്ല. നമ്മൾ നേരത്തെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. നമ്മളൊരു ടീം എന്നുള്ള നിലയിൽ നേരത്തെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഓക്കെ, അടുത്താണ് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സുനി എന്നുള്ളൊരു ക്യാരക്ടർ നമ്മൾ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടറാണ് പല രീതിയിലുള്ള ഗാങ്ങിൽ. അപ്പോൾ റിയൽ ലൈഫിലുള്ള ഏതെങ്കിലും സുനി എന്നുള്ളൊരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ടോ, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, പറഞ്ഞു കേട്ടിട്ടുണ്ടോ, എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായും തിരുവനന്തപുരത്തുള്ള പല സുനിമാരെയും എനിക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഷൂട്ട് നടന്ന സ്ഥലത്ത് തന്നെ 1-2 സിനിമാരൊക്കെ വന്നിരുന്നു. മീൻസ് നമുക്കറിയാം ഇവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ വളരെ അദൃശ്യരായിട്ട് നമ്മുടെ സിറ്റിയിലും പ്രാന്തപ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് പല പേരുകളിൽ പല രൂപങ്ങളിലൊക്കെ ഉണ്ട്. ഇതിന് സിനിമയ്ക്ക് റെഫറൻസ് എടുത്തൊരു കൃത്യമായിട്ടുള്ള ഒരാളുണ്ട്. ഞാനല്ല എടുത്തത്, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എടുത്ത കൃത്യമായിട്ടുള്ള 1-2 പേരുണ്ട്. 1-2 പേരുടെ കുറച്ച് പേരുടെ കൊളാബറേഷനാണ് അത്. അപ്പം അത് എന്നോട് നേരത്തെ സംസാരിച്ചിരുന്ന കാര്യമാണ്. അപ്പം നമുക്കറിയാം ഇവരെയൊക്കെ. പക്ഷേ എന്നാലും നമ്മളങ്ങനെ ഒരു മിമിക്രിയോ
അങ്ങനെയല്ല. നമ്മൾ ഈ നാടകത്തിൻ്റെ വഴിക്ക് വന്നതുകൊണ്ട് തന്നെ അതെ, ഒബ്സർവേഷൻ അപ്പുറത്ത് ഈ കഥാപാത്രത്തിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ കഥാപാത്രത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി. ആ ബാക്ക് സ്റ്റോറിക്കകത്ത് ഈ കഥാപാത്രമാണ് നായകൻ. അപ്പോൾ ഈ നായകന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച് വയ്ക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ പെർഫോം ചെയ്യുള്ളൂ. അതാണ് എൻ്റെ ഒരു ക്യാരക്ടറൈസേഷനിൽ ഞാൻ എൻ്റെ റൂട്ടായിട്ട് കണക്കാക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ബാക്ക് സ്റ്റോറി കൃത്യമായിരിക്കണം. ആ ബാക്ക് സ്റ്റോറിക്കകത്ത് ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ബാക്ക് സ്റ്റോറിയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചിലപ്പോൾ ബാക്ക് സ്റ്റോറി എഴുതാറുണ്ട്. അത് ചേട്ടൻ സ്വയം മൈൻഡിൽ ചെയ്യുന്നതാണോ അതോ ഓപ്പോസിറ്റ് ഒരു ഡയറക്ടറും? അല്ല, ഞാനിത് ചെയ്തിട്ട് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ റൈറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം ഞാൻ ചെയ്യുന്നത് ഈ മൊത്തം കഥയുടെ പരിപാടിയായിട്ട് ബ്ലെൻഡ് ആവണമല്ലോ. ബ്ലെൻഡ് ആവാതിരുന്നു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അതെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അത് ഞാനൊരെണ്ണം ആലോചിച്ചിട്ട് അവരോട് ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്തതിന് ശേഷം ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് ബാക്ക് സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഓക്കെ ആണോ, വർക്കാണോ? ആടാ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. അല്ലാതെ നമ്മൾ വേറൊരാളെ പോയി അനുകരിക്കുകയോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് എടുക്കുകയോ അതിനപ്പുറത്തേക്ക് ഇതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. അതുപോലെ നമ്മൾ ഈ വയലൻസിനെ കുറിച്ചിട്ടേ നമുക്ക് പുറത്തുള്ള സിനിമകളൊക്കെ വയലൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിരിക്കും ഇതാക്കും. പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ വയലൻസ് കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു എനിക്ക് തോന്നുന്നു കൺവിൻസിങ് ആയിരിക്കണം. അപ്പോൾ ഈ പ്രോപ്പർ റീസൺ ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഒരു വയലൻസിനൊട്ടും ഗ്ലോറിഫൈ ചെയ്യാതെ അതിന് കൃത്യമായ കാരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വയലൻസ് പരിപാടിയെ കുറിച്ചിട്ട് അല്ല, വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള വയലൻസ് തന്നെയാണ്. സമൂഹത്തിൽ നമ്മളിപ്പോൾ ന്യൂസ് ക്ലിപ്പുകളിലോ ന്യൂസ് ചാനൽ യൂട്യൂബിലോ ഒക്കെ ഏതൊരു കൊച്ചുകുട്ടിക്കും അവൈലബിൾ ആയിട്ടുള്ള വയലൻസിൽ കൂടുതലൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇതിനകത്ത് വയലൻസ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന വയലൻസിന് ബാക്കിലുള്ള ജീവിതങ്ങൾ തീർച്ചയായും നിങ്ങൾ സിനിമയെ എന്താണ് പറയുക, ഇതിനൊരു ആർട്ട് ഫോമായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ജീവിതങ്ങൾക്കാണ് ഇതിനകത്ത് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. ഇവരുടെ വയലൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ ഇതിൻ്റെ പുറമേ ഉള്ള ലെയേഴ്സാണ്. ഇന്നർ ലെയറിൽ ഇവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്നത്, ഇവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതിലേക്കൊക്കെ വന്നു പോകുന്ന ചെറുപ്പക്കാർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വാളെടുത്തവൻ വാളാലെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്. അതിങ്ങനെ തുടരുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മളിത് പറഞ്ഞു, ഇതൊരു മെസ്സേജുള്ള സിനിമയാണ്, അയ്യോ ഇത് കണ്ടതുകൊണ്ട് ഇനി ഇതിലോട്ട് ഇറങ്ങരുത് എന്ന് ഇപ്പോഴത്തെ യുവതലമുറ ചിന്തിക്കണമെന്നില്ല. ഇത് കണ്ടതുകൊണ്ട് ഇറങ്ങണമെന്നില്ല. രണ്ട് തരത്തിലുമാണ്. അതായത് ഇത് കണ്ടതുകൊണ്ട്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കണ്ടതുകൊണ്ട് ഇവരാരും ഇത് നിർത്താൻ പോകുന്നില്ല. ഇത് കണ്ടതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങാനും പോകുന്നില്ല. ഇതിലേക്ക് ഇറങ്ങേണ്ടവൻ എന്തായാലും ഇറങ്ങിയിട്ട് ഇത് അനുഭവിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അത് സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത് വിളിച്ചു പറയേണ്ടത് ഓരോ കാലത്തും കലാകാരന്മാരുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റിയെന്നാണ് വിശ്വാസം. ഓക്കെ, ഇപ്പോൾ ഈ വീക്ക് മുറ എത്തി, വലിയ സിനിമകളുടെ ഒപ്പം എത്തിയിട്ട് ഇപ്പോഴും തിയേറ്ററിൽ ഒരുവിധം ഹൗസ്ഫുള്ളായിട്ടാണ് എല്ലാവരും മുന്നേറുന്നത്. ഇനി അടുത്ത ആഴ്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ മുറ ഈ പറയും പോലെ ഇത്തരത്തിൽ ഹിറ്റാക്കിയതിന് എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം പുതിയ ആൾക്കാരുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആദ്യത്തെ ദിവസം നമുക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പുതിയ ആൾക്കാരുടെ പടം എത്തരത്തിൽ സ്വീകരിക്കപ്പെടും എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ ദിവസം വന്ന റിവ്യൂവേഴ്സിൻ്റെ എല്ലാ റിവ്യൂവും ഹൈലി പോസിറ്റീവായി, യുനാനിമസ് ആയിട്ട് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞപ്പോൾ വേർഡ് ഓഫ് മൗത്തിൽ ആൾക്കാർ കയറി. ഇപ്പോൾ തിയേറ്റേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വലിയ റിലീസൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഓക്കെ നമ്മൾ ബാക്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ പോയ സ്ക്രീൻസൊക്കെ തിരിച്ചു വരികയും കൂടുതൽ സ്ക്രീൻസ് ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് നല്ല സിനിമയ്ക്ക് പ്രേക്ഷകരെ ഏതെങ്കിലും ഒരു തരത്തിൽ ടച്ച് ചെയ്യുന്ന സിനിമയ്ക്ക്, അത് എൻ്റർടൈൻമെൻ്റ് ആവാം, അത് ചിലപ്പോൾ കരച്ചിലാവാം, ചിലപ്പോൾ സന്തോഷമാവാം, ചിരിയാവാം, കോമഡി ആവാം, ഏത് തരത്തിലെങ്കിലും പ്രേക്ഷകരെ ടച്ച്, അവരുമായിട്ട് കണക്റ്റ് ആവുന്ന എല്ലാ സിനിമകൾക്കും പ്രേക്ഷകർ വരും എന്നുള്ളതാണ് മുറയുടെ ഇപ്പോഴത്തെ ഒരു തിയേറ്റർ റൺ. ഇത് തന്നെ മലയാള സിനിമയോട് എല്ലാവർക്കും പുറത്തുള്ള എല്ലാ ഇൻഡസ്ട്രിക്കും അസൂയ. ഇത്രയും കണ്ടന്റ് വാല്യൂ ഉള്ള സിനിമകളാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വരുന്നത്. എല്ലാ സിനിമകളും വരുന്ന സിനിമകളെല്ലാം നല്ലതാവട്ടെ, എല്ലാം നല്ല സിനിമകൾ വരട്ടെ, എല്ലാ സിനിമയും കാണാൻ ആളുണ്ടാവട്ടെ. നിങ്ങൾ മുറയെ സംബന്ധിച്ച് നിങ്ങളിത് നല്ല സിനിമ എന്ന് കേട്ടു, എന്നാലും ഇനിയിപ്പോൾ OTT-യിലൊക്കെ വരുമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതിന് വേറെ ഒരു അപ്പീലും ഇല്ല. അത് ബിന്ദു കണ്ടതാണ്, അറിയാം. തിയേറ്ററിൽ പോയിരുന്നു നമ്മളൊരു തിയേറ്ററിൻ്റെ ഒരു ഓളത്തിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട്,
അതിൻ്റെ ഒരു വിഷ്വൽസ്, അതിനകത്ത് നമ്മൾ ഇമ്മേഴ്സ് ആയിരുന്ന് കാണുന്നതും OTT-യിലെ ചെറിയ സ്ക്രീനിൽ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ ലേസി പാസീവ് വാച്ചിങ് ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെ, അത്രേ ഉള്ളൂ. സിനിമ ശരിക്കും തിയേറ്ററിലുള്ളതാണ് ശരിക്കും. പിന്നെ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ കുറിച്ച് പറയുവാണെങ്കിലും അതും നിങ്ങളൊരു പുതിയൊരു ടീമാണ്, നിങ്ങളുടെ തിരുവനന്തപുരം ടീം വീണ്ടും. അപ്പോൾ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് കണ്ണൻ ചേട്ടനും വരുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഈ പറയും പോലെ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, മുറയുടെ കുടുംബത്തിലേക്ക് ഞാൻ ചെന്ന് പെട്ടതാണെങ്കിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എൻ്റെ കുടുംബത്തിലെ സിനിമയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ബെൽറ്റില്ല ടീം അമ്പലമുക്ക് എന്നൊക്കെ ഞങ്ങൾ അന്ന് പേരിൽ ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററീസും ഒക്കെ അന്ന് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ശാസ്ത്രമംഗലത്താണ് താമസമെങ്കിലും എല്ലാവരും ഒരുമിച്ചുണ്ട്. ഇതിൻ്റെ സംവിധായകൻ വിനീഷ്, റൈറ്റേഴ്സ് 4 പേരാണ്. വിനീഷ്, ആനന്ദ് മൻപഥൻ നടൻ കൂടിയാണ്, മുരളീകൃഷ്ണൻ, കൈലാഷ് എഡിറ്ററുമാണ്, റൈറ്ററുമാണ്. അപ്പോൾ 4 റൈറ്റേഴ്സ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. പിന്നെ അതിൻ്റെ മ്യൂസിക് ചെയ്ത ജയഹരി, അതിന് പവിഴമഴയൊക്കെ ചെയ്ത അത് ജയഹരി, അനൂപ് ഇതിൻ്റെ ക്യാമറ ചെയ്ത അനൂപ്, സ്പോട്ട് എഡിറ്റർ ശരൺ, ഇതിൻ്റെ എന്താണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആഷിഖ്, ഇവരെല്ലാവരും ലിറിക്സ് എഴുതിയ അഹല്യ, ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലുള്ളവരാണ്. അപ്പോൾ അവിടെ നിന്നൊരു സിനിമ ഉണ്ടായി വരുന്നതിൻ്റെ ഭയങ്കരമായ സന്തോഷം. ഈ സിനിമ 1.5 വർഷം മുമ്പാണ് ഷൂട്ട് ചെയ്തതെങ്കിലും അതിനൊരു പ്രോപ്പർ റിലീസിങ് ടൈം കിട്ടിയിരുന്നില്ല നമുക്ക്. അത് നമ്മൾ ആദ്യം ഇത് ഒരു ഷോർട്ട് ഫിലിം ആക്കാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. പിന്നീടുള്ള ആലോചനകളിൽ സിനിമയായി രൂപാന്തരപ്പെടുകയാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇനി നാളെ ഷോർട്ട് ഫിലിമിൻ്റെ കഥയുള്ളടേ, ഷോർട്ട് ഫിലിമിൻ്റെ കഥയൊക്കെ എടുത്ത് സിനിമയാക്കി വെച്ചേക്കുക എന്നല്ല. ഇതിനകത്ത് പ്രോപ്പർ ഒരു സിനിമയുണ്ട്, സിനിമയ്ക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്, അത് അത്രയും ഇവൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, കുടുംബത്തിലെ സിനിമ. പോസ്റ്ററിൽ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ കൈ പിടിച്ചിട്ട് വേറൊരു ലുക്കിൽ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വേറൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ലുക്കും അല്ല, ഈ ലുക്ക് അതെ, ഈ ലുക്ക് മുറയുടെ തിയേറ്റർ വിസിറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആരും എന്നെ തിരിച്ചറിയുന്നില്ല. കാരണം ഈ ലുക്ക് മാറിയത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനും അതിന് സംഭവിക്കാം. അതിനകത്ത് ക്ലീൻ ഷേവൺ ആയിട്ട്, അത് ഈ 1.5 വർഷം മുമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് സോവിയറ്റ് സ്റ്റേഷൻ കട എന്ന് പറഞ്ഞിട്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ഹിറ്റ്ലറായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അപ്പം മീശയും താടിയൊന്നും വെക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ആ ലുക്കിലാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ചെയ്തത്. മുറയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മുറയിൽ ഈ പറയുന്ന കുശുമ്പും കുണ്ടണിയും എന്താ പറയാ ഇച്ചിരിയൊക്കെ ഉള്ള ആർത്തിയൊക്കെയുള്ള ക്രൂക്കഡായിട്ടുള്ള സുനിയാണെങ്കിൽ ഇതിനകത്ത് കുട്ടികളുടെ ഒക്കെ മാഷാണ്. നമുക്ക് സ്കൂളിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് വീട്ടിലൊക്കെ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു മാഷ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു മാഷും ടീച്ചറും, ഞങ്ങൾ എന്താണ് ടീച്ചർ കപ്പിൾസാണ്. അപ്പോൾ എൻ്റെ വൈഫായിട്ട് അജീഷയാണ് അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. എത്രത്തോളം പ്രതീക്ഷകളുണ്ട് നിങ്ങൾക്ക്? കാരണം ഒരുപാട് സിനിമകളിൽ കൂടിയാണ്. എന്നാൽ പോലും കണ്ടന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടന്റിന് വാല്യൂ കൊടുക്കുന്ന ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കുട്ടികളുടെ 7ാം ക്ലാസ് കുട്ടികളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ നൊസ്റ്റാൾജി അല്ല ഈ സിനിമയുടെ ഒരു USP എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പം ലാസ്റ്റ് ഇറങ്ങി പല്ലോട്ടി ഭയങ്കര വിജയമായി, അതെ നല്ല സിനിമ, നൊസ്റ്റാൾജിയാണ്. പക്ഷെ ഇതിനകത്ത് അതല്ല. ഇതിനകത്ത് ഇപ്പം നമ്മൾ കുട്ടികളുടെ മാസ് പരിപാടി, നിങ്ങൾ ചില്ലർ പാർട്ടിയെ കണ്ടിട്ടുണ്ടോ? ചില്ലർ പാർട്ടി, കാക്കാമുട്ടായി, അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബുള്ള അവരുടെ ഇടയിൽ നടക്കുന്ന ഇൻസിഡൻസ്, അതെ അവരുടെ ഇടയിൽ നടക്കുന്ന ഇൻസിഡൻസ് അവർക്കത് വലുതാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കുട്ടികള് പിള്ളേർ ഇത് എന്താ കാണിക്കുന്നത് എന്നൊക്കെ തോന്നാം. പക്ഷെ നമുക്കും കണക്ട് ആവുന്നത് നമ്മുടെ കാലത്ത് നമ്മളതൊക്കെ ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഇലക്ഷൻ, ക്ലാസ് റൂം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു 5-6 പാട്ടുള്ള പിള്ളേരുടെ മാസ് പരിപാടി. പിള്ളേർക്ക് ഈ പറയുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അവരുടെ മാസ്, അവരുടെ ഗ്യാങ് വാർ, ഇതെല്ലാം ഉള്ള ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരിക്കും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. പിന്നെ ഈ രസം മാത്രമാണോ എന്ന് വെച്ചാൽ അല്ല, ഇതിനകത്ത് കൃത്യമായൊരു പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട്. ആ പൊളിറ്റിക്സും പിന്നെ ഒരു ഞങ്ങൾക്ക് നമ്മൾ എഴുതി വന്നപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വന്നപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന ഒരു ആശയമുണ്ട് ഈ സിനിമയ്ക്ക്. ഭയങ്കര പിവറ്റലായിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, നമുക്ക് എനിക്കൊക്കെ എപ്പോഴും ക്ലൈമാക്സിന് കാണുമ്പോൾ ഗൂസ് ബംസ് വരുന്ന തരത്തിലുള്ള ഒരു ആശയമുണ്ട്. ആ ആശയം ഞങ്ങളിത് ഗണേഷ് കുമാർ സാറിനെ കാണിച്ചിരുന്നു, മന്ത്രി ഗണേഷ് കുമാർ സാറിന് ഒരു സ്കൂളുണ്ട്, അറിയാം എന്ന് വിചാരിക്കും. ഈ ആശയം സാറിൻ്റെ സ്കൂളിൽ നടപ്പാക്കി. ഒറ്റ കാഴ്ചയിൽ സാറിനത് കിട്ടിയിട്ട് സാർ അത് സ്കൂളിൽ നടപ്പാക്കി. ഇപ്പം നമുക്ക് ഇപ്പോൾ അത് റിലീസൊക്കെ കഴിഞ്ഞിട്ടേ നമുക്കത് പുറത്ത് പറയാൻ പറ്റൂ. റിലീസിന് ശേഷം ആ സാധനം ഉറപ്പായിട്ടും നമ്മുടെ കേരളം ഒട്ടുക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്കുള്ള സ്കൂളുകളിൽ ആ സംഭവം വരണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു പരിപാടി ഇതിനകത്തുണ്ട്. അത്തരത്തിൽ എല്ലാ പ്രായത്തിലും, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും രസിക്കുന്ന
എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കുട്ടികളുടെ സിനിമ നമുക്ക് മുതിർന്നവർക്കും രസിക്കുന്ന ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഏതാ, എനിക്ക് മലയാളത്തിൽ എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം മങ്കിപ്പൻ അതുമല്ല വൈബ്. ഒരു സാധാരണ കുട്ടികൾ പഠിക്കുന്നു, ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളോ അല്ലെങ്കിൽ CBSE സർക്കാർ സ്കൂളോ അല്ല, ഗവൺമെന്റ് സ്കൂളല്ല, ഇത് എയ്ഡഡ് സ്കൂളാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. എന്തായാലും നമ്മളും വെയിറ്റിംഗ് ആണ്. ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ ചെറിയ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത ക്യാരക്ടേഴ്സ് കിട്ടുന്നതിനിടയിൽ ഇതൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടിയതുപോലെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ടീം മുന്നിലേക്ക് വരും. ഞങ്ങളുടെ സിനിമ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നു. അതെന്തിനും ജനങ്ങൾ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമ ആയതുകൊണ്ട് കാണുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ബജറ്റ് ലാബിനെ പോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നു. ബജറ്റ് ലാബിനെ കുറിച്ച് പറയുമ്പോൾ, ബജറ്റ് ലാബ് എന്ന് പറയുന്നത് അവരൊരു ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ് ഒക്കെ നടത്തുന്ന ഒരു ഇതാണ്. അവരുടെ ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിന് ആദ്യ ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിന്റെ വിന്നർ ആയിരുന്നു ഇതിന്റെ സംവിധായകൻ ദിനേഷ്. ഞങ്ങളുടെ ടീമിനാണ് കെയോസ് തിയറി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഫസ്റ്റ് ഞാൻ അഭിനയിച്ചു. പിന്നെ ഈ ടീം മൊത്തത്തിൽ അതിനകത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു 6-7 സീസൺ ഇപ്പോൾ മത്സരം കഴിഞ്ഞു. പക്ഷെ അവർ ആദ്യമായിട്ടൊരു സിനിമ ചെയ്തപ്പോൾ ഞങ്ങളെ തന്നെ, വിനീഷിനെ തന്നെ വിളിക്കുകയും വിനീഷിനൊരു അവസരം തരികയൊക്കെ ചെയ്ത് അജു വർഗീസും സൈജു ഗ്രൂപ്പും ജോണി ആന്റണിയും പിന്നെ വലുതായി. അജുവിന്റെ ക്യാരക്ടർ അജു പല ഇന്റർവ്യൂസിലും അജു പറഞ്ഞിട്ടുണ്ട്. അജുവിന്റെ ആക്ടിങ് കരിയറിന് തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ടെററാണോ എന്താണെന്നുള്ളത് നിങ്ങളത് കണ്ട് തീരുമാനിക്കുക. പക്ഷെ ഞാൻ പറയുന്ന അജുവിന്റെ ഒരു ആക്ടിങ് പരിപാടിയെ കുറിച്ച് പിന്നെ ഇതുവരെ ചെയ്യാത്ത, ഇതുവരെ കാണാത്ത ഒരു അജു വർഗീസിനെ ഉറപ്പായിട്ട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യും. രസമാണ്, കാരണം ചെറിയ സാധനങ്ങൾ പോലും അജു വർഗീസ് ആദ്യമായിട്ട് ഇതിനുവേണ്ടി ഒരു ഭയങ്കര എഫർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫർട്ട് കിടിലമായിട്ട് പേ ഓഫും ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത് കാണാം. സൈജു ഗ്രൂപ്പിന്റെ ഭയങ്കര രസമുള്ള ക്യാരക്ടറുണ്ട്. ജോണി ആനന്ദ് സാറിന്റെ കോമഡി തമാശ പരിപാടിയാണ് ജോണി ആനന്ദ് സാറിന്റെ. പക്ഷേ തമാശ ആണെങ്കിൽ പോലും അതിനകത്ത് വേറൊരു ഒരു ഇച്ചിരി മറവിയൊക്കെ ഉള്ള ഒരു അധ്യാപകനായിട്ടാണ്. അപ്പോൾ അതങ്ങനെ പോകുന്നു. അജീഷ, ഗംഗാമീര, പിന്നെ നാടകത്തിൽ നിന്നുള്ള സന്തോഷ് വെഞ്ഞാറമൂട്, അമൽ കൃഷ്ണ എന്ന് പറഞ്ഞ് കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ പിള്ളേരാണ് മെയിൻ. പിള്ളേരെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് കുറേ സിനിമകളിൽ അവർ ഒന്നൊന്നര വർഷം മുമ്പ് ഷൂട്ട് ചെയ്തായിരുന്നു. ഇപ്പം അജയന്റെ 2ാം മോഷണത്തിൽ അഭിനയിച്ച ടൊവിനോയുടെ കുട്ടിക്കാലം ചെയ്ത ശ്രീരംഗ് ഇതിലാണ് അവൻ തുടങ്ങുന്നത്. പിന്നെ പോർത്തൊഴിൽ അഭിനയിച്ച ദർശൻ, പിന്നെ ട്രെയിലറിൽ വന്നൊക്കെ നമ്മളെ കയ്യടി നേടിയ കാർത്തിക്, അവസാനം ഓക്കെയല്ലേ മോനെ ജീവിക്കുന്ന കാർത്തിക്, ബോധിക്ക്, പിന്നെ പേരുകൾ ഞാനിങ്ങനെ അതെ ആബേല്, പിന്നെ ദേവു, മീനാക്ഷി, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. ഇവരൊക്കെ ഭയങ്കര ടാലന്റാണ്. ഇവരുടെ നേരത്തെ പറഞ്ഞ നമ്മളെ എനർജി പറഞ്ഞില്ലേ, അതിന്റെ അപ്പുറമാണ് ഇവിടെ. ഈ പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ എനർജിയുടെ കൂടെ പിടിക്കുക ഇവരെ ഒരു നിമിഷം അടങ്ങിയിരിക്കില്ലല്ലോ. പക്ഷെ അതിന് സാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു നാടക സുഹൃത്തുണ്ട്. സാമിന്റെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ട്. അതെ, സാം ജോർജിന്റെ. അപ്പം 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പ്, 30 കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് കൊടുത്തിരുന്നു. അത് ഭയങ്കരമായിട്ട് അവരെ ഗുണം ചെയ്തു. ഇവർക്ക് സിനിമ എന്താണ്, സിനിമയുടെ പരിപാടി എന്താണ്, ആക്ടിങ് എന്താണ്, ഇപ്പം ഈ പറയുന്ന കണ്ടിന്യൂറ്റി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം അവർ കൃത്യമായി അതിനുശേഷമാണ് ഇവരൊക്കെ ഈ പറയുന്ന വലിയ പിള്ളേരൊക്കെ വലുതായി പെട്ടെന്ന് വലുതാവുന്ന പ്രായമാണ്. 7ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ചിലർക്കൊക്കെ മറ്റേ പൊടിമീശയൊക്കെ വന്ന് സൗണ്ടൊക്കെ മാറി കുട്ടികളൊക്കെ ആയി. അമ്പാടിയായിട്ട് അഭിനയിച്ച പയ്യനുണ്ട് അബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇമ്മൻസ്ലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് പിള്ളേരെ ഇതിനകത്ത് കാണാം. നിങ്ങൾ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ആരെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും പിള്ളേരെ കുറിച്ച് സംസാരിക്കുന്നത് ഉറപ്പാണ്. അയ്യോ അവൻ അങ്ങനെ പിള്ളേരെ കുറിച്ചിട്ടും ആയിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. നല്ലൊരു സിനിമ എന്നുള്ളത് ഞാൻ മറ്റേ ഗ്യാരണ്ടി. അത് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന നമ്മൾ മറ്റേ തള്ളി മറിക്കുന്ന പരിപാടിക്ക് അപ്പുറത്തേക്ക് ഇല്ലില്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, ഈ പിള്ളേരുടെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ കളർഫുൾനെസ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വരണം, തിയേറ്ററിൽ വന്ന് കാണണം. 22-ാം തീയതി റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇതുപോലുള്ള ചെറിയ പടങ്ങളുടെ ഭാവി എന്താവും, നമുക്ക് എത്രത്തോളം തിയേറ്ററിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പോയി കാണാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. ഒരു നല്ല പടം നിങ്ങൾക്ക് കാണണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.